ഇല്ലെങ്കിലും തേങ്ങാ ചട്നിയേക്കാളും മേലെ ടേസ്റ്റ് ഉള്ള ഒരു നോ കോക്കനട്ട് ചട്നി നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കപ്പലണ്ടി ഇട്ട് വെച്ചിരിക്കുന്ന ആ ഡബ്ബ അങ്ങ് തുറക്കുക. കുറച്ച് കപ്പലണ്ടി ഇതാ ചീനച്ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക്, നിങ്ങൾ എത്ര പേർക്ക് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പച്ചമുളക് ഇടാം കേട്ടോ. പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ട് ചടപടേന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ കേർഡ് ഇടുന്നത്. നിങ്ങളുടെ മിക്സിയുടെ പവറിനനുസരിച്ചിരിക്കും. എൻ്റെ മിക്സിക്ക് ഇത്തിരി പവർ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് എത്ര ലൂസായിട്ടാണോ വേണ്ടത് ചട്നി അത്രയും വെള്ളം ഒഴിക്കുക. ഇവിടെ ഇത്തിരി കൂടുതൽ ലൂസാക്കിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചത് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ഒരു പേസ്റ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ അവസാനത്തെ ചടങ്ങുണ്ടല്ലോ, നന്നായിട്ട് അങ്ങ് വറുത്തിടുക. അപ്പം നമ്മുടെ നോ കോക്കനട്ട് ചട്നി ദാ റെഡിയായി. ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ ഇത് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ വലിയ വില കാട്ടിയിട്ട് കോക്കനട്ട് നമ്മളെ പേടിപ്പിക്കുമ്പോൾ ഈ ഒരു പീനട്ട് ചട്നി ഉണ്ടാക്കി നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ അതിഗംഭീരമായിട്ട് അങ്ങ് കഴിക്കാം. എന്ത് പറയുന്നു?